ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ PV അൻവർ ഒരു തുറന്ന പോരിന് ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ, അതോ നിലപാട് മയപ്പെടുത്തി UDF-നോടൊപ്പം സഞ്ചരിക്കാനായിരിക്കുമോ സാധ്യത? സന്ധ്യ, ദിവീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അൻവർ ഒരു പക്ഷേ എടുത്തു ചാടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പക്ഷേ അതൊരു എടുത്തുചാട്ടം ഒരു ആത്മഹത്യാപരമായി തന്നെ അവസാനിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ അൻവറിൻ്റെ തീരുമാനങ്ങൾ അൻവർ എന്ത് തീരുമാനം എടുക്കുന്നു, അതായത് UDF ഇപ്പോൾ അൻവർ ആ തീരുമാനത്തോട് യോജിച്ചു കഴിഞ്ഞാൽ ഏതൊരു ദിവസത്തെ പോലെ ഈ ദിവസം കടന്നു പോകും, സാധാരണമായി തന്നെ കാര്യങ്ങൾ വരും. പക്ഷേ അതല്ലെങ്കിൽ ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് അൻവർ ഈ ഘട്ടത്തിൽ അത്തരമൊരു നിലപാടിൽ തന്നെ, സന്ധ്യ ചോദിച്ച ചോദ്യത്തിലേക്കാണ്, അത്തരമൊരു നിലപാടിൽ തന്നെയാണ് അൻവർ ഈ ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം മറ്റ് ചർച്ചകളെല്ലാം കോൺഗ്രസ് നേതൃത്വവുമായൊക്കെ നടന്നതിന് ശേഷം പക്ഷേ അങ്ങനെ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അൻവർ ചിലപ്പോൾ തീരുമാനം മാറ്റിയേക്കാം എന്നുള്ളതാണ്. അത് ഈ തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ അൻവർ പറയുന്ന കാര്യം പിണറായിസത്തിനെതിരായ പോരാട്ടമാണ്. കഴിഞ്ഞ ദിവസം പറയുന്നു കേരളത്തിലെ 3.5 കോടി ജനങ്ങളും പിണറായിക്കെതിരെ നിൽക്കുന്ന നിലയിലാണ്, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ആര് അവർക്ക് പൂർണ്ണ പിന്തുണയെന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് വളരെ ശക്തമായി പിണറായിക്കെതിരെ പോരാടുന്നുവെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് പിന്നെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്നോട്ട് പോവുക, അല്ലെങ്കിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അതൊരു പക്ഷേ പിണറായിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടു വരിക. അങ്ങനെ എന്നാൽ പിന്നെ അൻവറിൻ്റെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് പിന്നെ ഒരു പ്രസക്തിയുമില്ലല്ലോ. അപ്പോൾ സ്വയം അദ്ദേഹം ഒരു കുഴി പിടിച്ച് അതിലേക്ക് ചാടാൻ തയ്യാറാകുമോ? അങ്ങനെയാണോ ഭാവിയിലേക്ക് കൂടുതൽ സാധ്യതകൾ മുന്നിൽ കാണുന്ന ഒരു രാഷ്ട്രീയക്കാരൻ മുന്നോട്ട് പോവുക? അതെ, ഇതേ ചോദ്യം അൻവറിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അൻവർ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്. അതായത് ഇത് LDF-ന് അനുകൂല സാഹചര്യം ഒരുക്കില്ലേ താങ്കൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അൻവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. അതായത് ആര്യാടൻ ഷൗക്കത്ത് നിന്നാൽ വിജയ സാധ്യതയില്ല, അപ്പോൾ കൂടെ നിന്നും പരാജയപ്പെടുന്ന സാഹചര്യം വരും. ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ പിടിക്കുന്ന വോട്ട് നമ്മൾ തൃണമൂലിൻ്റെ ശക്തിയായി പിണറായിസത്തിനെതിരെ നേടിയ വോട്ടാണെന്ന് കാണിക്കാമെന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ ലോജിക്ക് എങ്ങനെയായാലും LDF വിജയിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ രാഷ്ട്രീയവും അൻവറിൻ്റെ ഐഡിയോളജികളും എല്ലാം പരാജയപ്പെടും. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോഴും അൻവർ പറഞ്ഞത് നമ്മൾ നേരിട്ട് കണ്ടതൊക്കെയാണല്ലോ. അൻവർ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു, ഇത് പിണറായി വിജയനെതിരായ പോരാട്ടമാണ്, അത്രയധികം വോട്ട് സമ്പാദിക്കും. പക്ഷേ എന്താണ് ഫലം വന്നപ്പോൾ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു പ്രസക്തിയും ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ സ്വന്തം നാട്ടിൽ അങ്ങനെ തകരേണ്ട ഒരു ആവശ്യകതയുണ്ടോ യഥാർത്ഥത്തിൽ PV അൻവർ എന്നൊരു രാഷ്ട്രീയക്കാരൻ? ഡിവിഷൻ PV അൻവർ ചേലക്കരയിൽ പോയപ്പോഴും 4000 വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് നേടാനായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് എവിടെയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല, എവിടെയും ആഘോഷിക്കപ്പെട്ടില്ല, അത്തരത്തിൽ ചർച്ചയൊന്നും ആയതുമില്ല. പക്ഷേ ഇത് തന്നെയാണ് അൻവർ അപ്പോഴും ചൂണ്ടിക്കാണിച്ചത്, പിണറായിസത്തിനെതിരെ ഞാൻ പിടിച്ച വോട്ടാണെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് നിലമ്പൂരിലും ആവർത്തിക്കാൻ അൻവർ ശ്രമിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്, നേടുന്ന വോട്ട് പിണറായിസത്തിനെതിരെ തനിക്കുള്ള പിന്തുണയാണെന്ന് പറയും. നേരത്തെ CK വിജയൻ സൂചിപ്പിച്ചതുപോലെ ഇത് വ്യക്തിഗതമായ രാഷ്ട്രീയമാണ്. അത് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് അൻവറിൻ്റെതായ ഐഡിയോളജികളാണ്. ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കുണ്ട്, ഒറ്റ മൈൻഡ് എന്ന് പറയും. അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് PV അൻവർ എന്നത്. അൻവറിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം. പക്ഷേ ഈ വ്യക്തിഗതമായ രാഷ്ട്രീയത്തിൽ അൻവർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് കാണാതെ പോകാൻ നമുക്ക് സാധിക്കില്ല. 2011 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അന്ന് 2ാം സ്ഥാനത്തേക്ക് ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ എത്താൻ അൻവറിന് സാധിച്ചു. അവിടെ നിന്നാണ് PV അൻവർ എന്ന സ്വതന്ത്രൻ്റെ ഉദയം പിന്നീട് ഇടത് സ്വതന്ത്രൻ്റെ ഉദയമായി മാറി. 2016 2021 2016 ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിലെ ആര്യാടൻ പ്രഭാവത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് 11,000 വോട്ടിലധികം പരാജയപ്പെട്ടുകൊണ്ട് 2014 രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്. അതിൽ നമ്മൾ സാധാരണ മനുഷ്യർ കാണുന്ന ഒരു മര്യാദയോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് പാലിക്കണ്ടേ എന്ന അതൊക്കെ സാധാരണ മനുഷ്യരുടെ മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ എന്തും ഏത് നിലയ്ക്കും മാറി മറിയാമെന്ന് നമ്മുടെ കൺമുന്നിൽ ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ വരും മണിക്കൂറുകൾക്ക് പല നാടകങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു.